ചെയ്തിയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. തെളിയിക്കുന്നതിന് വേണ്ടി വിദ്യാലയത്തിലെ HM ആശാജ്യോതി ടീച്ചർ, ബാലമാഷ്, പാലശ്ശേരി നാരായണേട്ടൻ, വാർഡ് മെമ്പർ സുധാകരേട്ടൻ, PTA പ്രസിഡന്റ് ശ്രീ അനൂപ് എന്നിവരെയെല്ലാം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ നാടിന് ഇനിയും ഇനിയും വെളിച്ചമാകുവാൻ, മനസാക്ഷിയെ തൊട്ടുണർത്താൻ, പരിവർത്തനം ആവശ്യമെന്ന് ഉദ്ബോധിപ്പിക്കാൻ, ഗൗരവമാർന്ന ചിന്തകളിലേക്ക് നയിക്കാൻ, ഭാവസാന്ദ്രമായ ഒരു വലിയ ലോകത്തേക്ക് ജാലകം തുറക്കാൻ, ഉയർന്ന ചിന്തകൾ പുലർത്താൻ, നന്മയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വെളിച്ചം പകരാൻ, മാനവികതയുടെ പുതിയ പാഠങ്ങൾ രചിക്കാൻ ഈ വിദ്യാലയത്തിന് വരും കാലങ്ങളിലും ഇനിയും ഇനിയും കഴിയട്ടെ. സത്യം പറഞ്ഞാല് ഇന്ന് മനസ്സ് തുടിക്കുന്നൊരു നിമിഷമാണ്. സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു. നമ്മുടെ വേദിയിലിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരായ ഗുരുശ്രേഷ്ഠന്മാർ, അതുപോലെ തന്നെ ഇവിടെ പഠിച്ചുപോയ നമ്മുടെ പ്രിയങ്കരായ പൂർവ്വ വിദ്യാർത്ഥികൾ, സജീവമായി എല്ലാ പ്രവർത്തനങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ OSA കമ്മിറ്റി അംഗങ്ങൾ, PTA, SMC, SST തുടങ്ങിയ വിവിധ കമ്മിറ്റികളിലെ അംഗങ്ങൾ, എല്ലാവരുടെയും സജീവമായ പ്രവർത്തനം നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഉതകിയിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു സംഗമം ഞങ്ങള് കുറച്ച് വർഷങ്ങളായി ആഗ്രഹിക്കുന്നതാണ്. 2022 ഇതിനായി നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ രൂപീകരിച്ചു. ഇപ്പോഴതിൽ 250 അധികം അംഗങ്ങളുണ്ട്. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് മുൻ വർഷങ്ങളിൽ കുറേ തവണ നമ്മൾ യോഗങ്ങൾ ചേരുകയുണ്ടായി. കഴിഞ്ഞ വർഷം നമ്മൾ സംഗമത്തിൻ്റെ ഡേറ്റ് അടക്കം കണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന ബാബു രാജേന്ദ്ര പ്രസാദിൻ്റെ മഹനീയ കരങ്ങളാൽ തറക്കല്ലിട്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു വിദ്യാലയമാണ് ഈ സ്കൂള്. അതിനു മുമ്പേ, ഈ വിദ്യാലയം ഇവിടെ വരുന്നതിന് മുമ്പേ, ഏകദേശം ഇതേ കാലത്തെ നാട്യമംഗലത്തെ LP സ്കൂള് പ്രവർത്തിച്ചിരുന്നു. അതിനു മുമ്പേ കുട്ടികളെ, ഉയർന്ന സമുദായത്തിൽപ്പെട്ട കുട്ടികൾ മാത്രം എഴുത്താശാന്മാരുടെ കീഴിലെ എഴുത്ത് അഭ്യസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ വിദ്യാലയം വന്നതിന് ശേഷമാണ് വിദ്യാഭ്യാസം നമ്മുടെ ചുണ്ടമ്പറ്റയിൽ സാർവത്രികമായത്. എല്ലാ കുട്ടികളെയും സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാനുള്ള ഒരു സൗകര്യം ലഭിച്ചത് അതിനുശേഷം മാത്രമാണ്. ആദ്യം ഈ വിദ്യാലയം തുടങ്ങിയത് നമ്മുടെ അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഇപ്പോൾ ഒരു തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്ന, ഇപ്പോൾ അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ആ സ്ഥലത്താണ് ആദ്യം ഈ വിദ്യാലയം തുടങ്ങിയത്. T. രാമൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു മഹാത്മാവും രാമചന്ദ്രൻ തിരുവൽപ്പാട് എന്ന് പറയുന്ന വടക്കേ മലത്തിൽ രാമച്ചേട്ടൻ എന്ന് പറയുന്ന വടക്കേ മലത്തിൽ രാമച്ചന്ദ്രൻ തിരുവൽപ്പാടും ചേർന്ന് അവരുടെ ശ്രമഫലമായി അവരെ ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന
ആളുകളാണ്. അവരുടെ ശ്രമപരമായിട്ടാണ് ബാബു രാജേന്ദ്ര പ്രസാദിനെ ചുണ്ടമ്പറ്റിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. പട്ടാമ്പി വരെ തീവണ്ടിയിൽ, അവിടുന്ന് തിരുനാരായണപുരം വരെ കാളവണ്ടിയിൽ, അതിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ട് മഞ്ചലിൽ ആണത്ര അദ്ദേഹത്തെ കൊണ്ടുവന്നത്. നമ്മുടെ മരിച്ചുപോയ പി നാരായണ മാഷ് അവർ ഇതിനെപ്പറ്റി പറയുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം അന്ന് കുട്ടിയായിരുന്നു, എങ്കിലും അവരുടെ പിന്നാലെ നടന്നിരുന്നു എന്ന് പറഞ്ഞു. ഏതായാലും അങ്ങനെയാണ് ഈ വിദ്യാലയം ഇവിടെ സ്ഥാപിതമായത്. അന്ന് ഇതിൻ്റെ പേര് ഹരിജൻ വെൽഫെയർ ലോവർ എലിമെൻ്ററി സ്കൂൾ എന്നായിരുന്നു. LP അല്ല, ലോവർ പ്രൈമറി അല്ല, 5 കൂടിയുള്ള ക്ലാസ്സുകളെ. ഞങ്ങളുടെ എല്ലാം ഗുരുനാഥനായ ബാലമാഷ്, ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക, ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ നമ്മുടെ പട്ടാമ്പിയുടെ MLA മുഹമ്മദ് മുഹ്സിൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സിനി ആർട്ടിസ്റ്റ് മണികണ്ഠൻ, എൻ്റെ നാട്ടിലെ രക്ഷിതാക്കളെ, ഗുരുനാഥന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, രാജ്യം ഇന്ന് ഒരു റിപ്പബ്ലിക് ദിന ചിന്തയിലാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഇന്ത്യ രാജ്യം റിപ്പബ്ലിക് ആവുന്നത് 1950 ജനുവരി. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, സർവോപരി ചുണ്ടമ്പറ്റ നാട്യമംഗലം തത്തനംപുള്ളി പ്രദേശത്തെ വ്യത്യസ്ത വിദ്യാഭ്യാസപരവും അല്ലാത്തതുമായ വ്യത്യസ്ത മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ ബാലമാഷടക്കമുള്ള വേദിയിലെ മഹത് വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, ചുണ്ടമ്പറ്റ GWLPs സ്തുത്യർഹമായ നിരവധി വർഷങ്ങളിലെ നമ്മുടെ ഈ പ്രദേശത്തെ വിദ്യാഭ്യാസപരവും സാമൂഹ്യപരവുമായ നിരവധി പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ ഇടപെടലുകൾ നടത്തി നല്ല രൂപത്തിൽ ഈ പ്രദേശത്തെ പൊതുജനങ്ങളുടെ ഇടയിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം നമ്മൾ. ടീച്ചർ, എൻ്റെ പഴയ ശിഷ്യ ഗണങ്ങളായിട്ടുള്ള കുട്ടികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാനിവിടെ 1990 ഒക്ടോബർ മുതൽ 91 ജൂൺ 30 വരെയാണ് ഈ വിദ്യാലയത്തിലുണ്ടായിരുന്നത്. ഒരു 2 അക്കാദമിക് വർഷത്തിലെ, ഒരു അക്കാദമിക് വർഷത്തിലെ അവസാനവും അടുത്ത അക്കാദമിക് വർഷത്തിലെ തുടക്കം 1 മാസവും. ഇപ്പോൾ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ തേന്മാവ് ഒരു 10-34 വർഷങ്ങൾക്ക് ശേഷം അതേപോലെ കുറേ കൂടി നന്നായി ഒരു തറയൊക്കെ കെട്ടി കൂടുതൽ തണലൊക്കെ വിരിച്ചുവിടെ നിൽക്കുകയാണ്. ഈ സ്കൂളിൽ ഞാൻ വരുമ്പോൾ ഈ BVP സ്കൂളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ BVP സ്കൂളിൽ അന്നും ഇന്നും ലോവർ പ്രൈമറി ഇല്ല, ചെറിയ കുട്ടികളില്ല. ഇവിടേക്കാണ് ഞാൻ ആദ്യമായിട്ട് 1-ാം ക്ലാസ്സും 1, 2, 3, 4 ക്ലാസ്സുകളുള്ള ചെറിയ മക്കളുടെ അടുത്തേക്ക് വരുന്നത്. ഞാൻ വരുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത്, ഇവിടെ ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് സ്കൂളിലേക്ക് കയറുന്ന സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരത്തിൻ്റെ സ്കൂളിൻ്റെ ബോർഡ് പൊളിഞ്ഞ് അതിൻ്റെ പേരൊന്നും കാണാത്ത രൂപത്തിൽ ഒരു പഴയ മരപ്പലകയിൽ അതിങ്ങനെ കിടക്കണം. അപ്പം ആദ്യം തന്നെ ഞാൻ
ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ആ ബോർഡ് അവിടെ നിന്ന് അഴിച്ച് വേറൊരു ബോർഡ് ഉണ്ടാക്കി ഞാൻ തന്നെ പെയിൻറ്റും ഒക്കെ വാങ്ങി അതിൻ്റെ പേര് GWLP ഗവൺമെൻറ് വെൽഫെയർ ലോവർ പ്രൈമറി സ്കൂൾ ചുണ്ടമ്പറ്റാന്ന് എഴുതി വെക്കുകയാണ് ചെയ്തത്. പിന്നെ അന്നത്തെ ഒരു അവസ്ഥ വെച്ച് പുതിയ കാലഘട്ടത്തിൽ എന്തെല്ലാം വിവര വിസ്ഫോടനങ്ങളും നമ്മുടെ കുട്ടികളുടെ ബൗദ്ധികമായ വളർച്ച ഒരുപാടുണ്ടെങ്കിലും മനുഷ്യർ തമ്മിലുള്ള ബന്ധം വളരെ 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 ദൃഢമായ അനുഭവങ്ങളാണ്. പലരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പലതും ഉണ്ടാവും. ചിലർക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെ തിരിച്ച് വീട്ടിൽ പോയതും ഇങ്ങനെയൊക്കെ പല 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 അനുഭവങ്ങളും ഉണ്ടാകും. എൻ്റെ ഓർമ്മകളിലേക്കും പോയി ഞാൻ പഠിച്ച കാലത്തിലേക്കും എനിക്കിങ്ങനെ ഒരു അനുഭവമുണ്ട്. അത് ഞാനിവിടെ പറഞ്ഞത് കുഞ്ഞു മക്കളൊന്ന് കലവിലൊന്ന് നിർത്തി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സ്കൂളിൻ്റെ ചരിത്രമൊക്കെ നമ്മുടെ ബാലമാഷ് പറഞ്ഞിട്ടുണ്ട്. ബാലമാഷ് ഞങ്ങൾ വരുമ്പോൾ അറിയാം, ചുണ്ടമ്പറ്റ BVUPയുടെ മാനേജറാണ്. ഞാനിവിടെ ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ അനുജത്തി എല്ലാ ഓർമ്മകളും പെറുക്കി പറയണം. അല്ലാതെ ഒരു പ്രസംഗം പോലെ പറയാൻ ആഗ്രഹിക്കണില്ല. കാരണം പ്രസംഗം കേൾക്കാൻ താല്പര്യമുള്ളവരല്ലല്ലോ നമ്മൾ നാട്ടുകാരല്ലേ, നമ്മൾ നാട്ടുകാർ. എൻ്റെ നാട് ഈ പുഴയുടെ അക്കരയാണ് കേട്ടോ, പുഴയുടെ അക്കരയാണ്. അപ്പോൾ പുഴ കടന്നാണ് ഞങ്ങൾ സ്കൂളിൽ വന്നിരുന്നത്. അന്ന് വാര്യമാഷാണ് ഹെഡ് മാഷ്. ഈ പറഞ്ഞ പോലെ ഒറ്റയാൾ പട്ടാളായിട്ട് സ്കൂള് മേച്ച് നടന്നിരുന്നതാണ്. ചെറിയ സ്കൂളാണെന്നുണ്ടെങ്കിലും പുലാമന്തോൾ പാലൂര് ഭാഗത്തുനിന്നാണ് മാഷ് വരുന്നത്. മൊയ്തി മാഷ് ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. മൊയ്തി മാഷ്, പിന്നെ ഒരു അബ്ദുറഹ്മാൻ കാക്ക PTC മീനയിലായിട്ടുണ്ടായിരുന്നത്. 3 ആള് സ്കൂൾ കൊണ്ടു കിടക്കുകയാണ്. അതിനിടയിലേക്കാണ് ഞാൻ വന്നത്. ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു പൂവൽ മാത്രം മതി. ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമായി ക്ഷണിക്കുന്നു. മാഷ് 2 വാക്ക് സംസാരിക്കും എന്ന് വിചാരിക്കുന്നു. മാഷെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, ഞാൻ വളരെ കുറഞ്ഞ ഒരു കാലമേ ഇവിടെ ജോലി ചെയ്തിട്ടുള്ളൂ. ഏകദേശം ഒരു 5.5 മാസം. എങ്കിലും വലിയൊരു ബന്ധം ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള കുട്ടികളിൽ നിന്നും ടീച്ചർമാരിൽ നിന്നും അതുപോലെ സബ് ജില്ലയിൽ തിരുമ്പെട്ട കൊടുമുണ്ട ഗവൺമെൻറ് ഹൈസ്കൂൾ, അവിടെ ഡിസംബർ 26-ന് ആ വിദ്യാലയത്തിൻ്റെ സ്ഥാപനം മുതൽ ഒരു 5 വർഷം മുന്നേ വരെയുള്ള അവിടെ പഠിച്ച കുട്ടികൾ, ആ കാലം വരെ അവിടെ ജോലി ചെയ്ത അധ്യാപകർ, മറ്റ് ജീവനക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടുള്ള അതിഗംഭീരമായൊരു പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ്. 1000-ലധികം പേര് അന്ന് രാവിലെ 9 മണി മുതൽ രാത്രി ആ പരിപാടി അവസാനിക്കുന്നത് വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളർന്നിക്കാവുന്ന മധുരയ്ക്കുന്ന ഓർമ്മകൾ ഉണ്ടായിരിക്കും. അതുപോലെ ദുഃഖിപ്പിക്കുന്ന ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ഓർത്തെടുക്കാനും മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടായിരുന്നു ഞാൻ എന്നതിൻ ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവനേ. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു
അത്രമേൽ സ്നേഹമുള്ള കിളികളായിട്ടിരിക്കട്ടെ എല്ലാവരും. നന്ദി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ഇസാഖവർകൾ ഇതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കും. അതുപോലെ നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും മണികണ്ഠൻ പട്ടാമ്പി, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും അതുപോലെ ഇവിടുത്തെ മുൻ അധ്യാപകര്, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികള്, ഈ നാട്ടുകാര് എല്ലാവരെയും പേരെടുത്ത് പറയാൻ കഴിയാത്ത രൂപത്തിൽ എല്ലാവരെയും ഈ വേദിയിലേക്ക് തേന്മാവിൻ ചോട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടി ഒരു മാസത്തിലധികമായി ആലോചിച്ച് അതിന്റെ ഒരു അണിയറ പ്രവർത്തനം ശ്രീ മുഹമ്മദ് മോഹസിൻ, ഈ പരിപാടിയിലെ മുഖ്യാതിഥി നമ്മുടെ ഈ സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയായ മണികണ്ഠൻ പട്ടാമ്പി, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, നല്ലവരായ നാട്ടുകാരെ, ഇവിടെ നമ്മൾ രാവിലെ 9 മണി മുതൽ തന്നെ കുട്ടികളുടെ പരിപാടികളും വിവിധ ആളുകളുടെ ഓർമ്മ പങ്കുവെക്കലും ആശംസകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഔദ്യോഗികമായ ചടങ്ങ്, നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ മുഖ്യാതിഥിയുടെ പ്രഭാഷണമാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ പരിപാടി നമ്മുടെ ഈ സ്കൂളിന് വേണ്ടിയിട്ട് നിരവധി കാര്യങ്ങൾ വിവിധ സമയങ്ങളിൽ ഗ്രാമപഞ്ചായത്തും നമ്മളെ ബഹുമാനപ്പെട്ട MLA മുഹമ്മദ് മോഹസിൻ അവറുകളൊക്കെ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലേക്ക് ആവശ്യമായ നടപടികൾ എടുത്തത് നമ്മളിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക. വേദിയിലിരിക്കുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ടി കെ ഇസാഖ്, അതോടൊപ്പം തന്നെ ശ്രീ സുധാകരൻ, ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഓരോ പട്ടാമ്പിക്കാരനും അഭിമാനമായിട്ടുള്ള ശ്രീ മണികണ്ഠൻ പട്ടാമ്പി, അതോടൊപ്പം വേദിയിലിരിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ HM, മറ്റു അധ്യാപകർ, PTA പ്രസിഡന്റ്, PTA വൈസ് പ്രസിഡന്റ്, PTA ഭാരവാഹികൾ, SMC ചെയർമാൻ, MPTA ഭാരവാഹികൾ, ഏറ്റവും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വളരെ പ്രിയപ്പെട്ട നമ്മുടെ മിടുക്കികളും മിടുക്കന്മാരുമായിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികൾ, ഈ വിദ്യാലയത്തിൽ പഠിച്ചു പോയിട്ടുള്ള, ഈ വിദ്യാലയത്തിൽ ഇന്നും ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ വിശദമായിട്ടുള്ള ഒരു പ്രസംഗത്തിന് മുതിരുകയല്ല. തേന്മാവിൻ ചോട്ടിൽ എന്ന പേരിൽ വളരെ വിപുലമായിട്ട് തന്നെ നമ്മുടെ GWLP സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണ്. ശ്രീ മണികണ്ഠൻ പട്ടാമ്പി അടക്കം നിങ്ങൾ ഓരോരുത്തരും ഈ വിദ്യാലയത്തിൻ്റെ സമ്പത്താണ്. നവതിയുടെ നിറവിലേക്ക് ഈ വിദ്യാലയം അടുത്തു നിൽക്കുന്ന ഈ സമയത്ത് ഈ വിദ്യാലയത്തിൻ്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു കാലത്ത് അക്ഷരം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അക്ഷരം ലഭ്യമാക്കാനുള്ള വലിയ പോരാട്ടങ്ങൾ നടന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാലയവും ആരംഭിക്കുന്നത്. എഴുത്തച്ഛനടക്കമുള്ള നിരവധി ആളുകൾ ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചവരുണ്ട്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖരെ, നല്ലവരായ നാട്ടുകാരെ, പഴയ സഹപാഠികളെ, അധ്യാപകരെ, കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഏതെങ്കിലും ഒരു വിഷയം മനസ്സിൽ വിചാരിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് പ്രസംഗിക്കാനോ എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി വരിക. പക്ഷേ ഇവിടെ ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് സത്യത്തിൽ വന്നത് ഇവിടെ പ്രസംഗമോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. കുറേ പഴയകാല സൗഹൃദങ്ങളെ നേരിട്ട് കാണാം, കുറച്ചു നേരം സംസാരിക്കാം. അതൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ മുഹൂർത്തങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് വന്നത്. അപ്പോൾ വന്ന ഉടനെ എന്നെ സ്റ്റേജിലേക്ക് കൊണ്ടിരുത്താൻ വേണ്ടി നോക്കി ഇതിൻ്റെ സംഘാടകർ. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ പിന്നെ വരാം. അപ്പോൾ ഒരുപാട് നേരം പഴയ കുറേ ആളുകളെ കാണാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് അവിടെ നിന്നു. അപ്പോൾ അതിനുള്ള സമയമുണ്ടായി, എല്ലാവരുമായിട്ട് സംസാരിച്ചു. അത് വലിയ ഒരു എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
പിന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആളുകൾ ഈ സ്കൂളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ്. പക്ഷെ ഇവിടെ വന്ന ആളുകൾ സത്യം പറഞ്ഞാൽ വലിയ ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ സ്കൂൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ്. നമ്മൾ ഇപ്പം കിട്ടുന്ന ഈ ഒരു അന്തരീക്ഷം, ഈ നിമിഷം നമുക്കൊരിക്കലും നാളെ സംഭവിക്കില്ല. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് ഇവിടെ ഈ നിൽക്കുന്ന അന്തരീക്ഷം നമ്മൾ വലുതായി എടുക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്ത് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഫീലാണ്. എങ്ങനെയാണത് പറയുക എന്നുള്ളത് എനിക്കറിയില്ല. സത്യത്തിൽ ഇപ്പോൾ ഞാൻ കണ്ട സ്കൂളല്ല എൻ്റെ സ്കൂള്. എൻ്റെ സ്കൂള് ഞാറക്കാട് സ്കൂള് പഴയ സ്കൂളാണ് സത്യത്തിൽ എനിക്കിപ്പോഴും ഇഷ്ടം. എൻ്റെ മനസ്സിലതാണ്. അത് ഈ മാവ്, പിന്നെ ഇതിലെ 2-3-4 മാവുകൾ, വലിയ മാവുകൾ, നെല്ലിമരങ്ങൾ. ഇവിടെ ഈ ഭാഗത്താണ് സ്കൂൾ എന്നാണ് എൻ്റെ ധാരണ. ഈ ഭാഗത്താണ് സ്കൂള്. ഇവിടെ നീളത്തിലുള്ള ഒരു ഒറ്റ ഷെഡിലുള്ള ഓടിട്ട സ്കൂള്. ഞാറക്കാട് സ്കൂൾ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജപ്പാൻ ബ്ലാക്കില്ലേ, ജപ്പാൻ ബ്ലാക്കിന്റെ മണമാണ്. എല്ലാ വർഷവും സ്കൂള് വൃത്തിയാക്കും. ചുമരൊക്കെ വൈറ്റ് വാഷ് ചെയ്ത് വൃത്തിയാക്കും. അതിൻ്റെ അടിയിൽ ചളി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ജപ്പാൻ ബ്ലാക്ക് അടിക്കും. അതുപോലെ തട്ടികയിൽ ജപ്പാൻ ബ്ലാക്ക് അടിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കുത്തുന്ന മണം വരും. അത് ആ സ്കൂള് കഴിയുന്നത് വരെ, ആ കൊല്ലം മുഴുവൻ അതുണ്ടാവും. അപ്പോൾ സത്യത്തിൽ ഈ നെല്ലിമരവും ഈ മാവും, ഇവിടെയൊക്കെ കൃഷ്ണൻ മാഷ് ഞങ്ങൾക്ക് ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ വേരിൻ്റെ മുകളിലൊക്കെയാണ് ക്ലാസ്സിന് വേണ്ടി ഇരിക്കുന്നത്. ഇത് എത്ര വർഷം മുമ്പത്തെ കാര്യമാണ് നമ്മൾ പറയുന്നതെന്ന് ഓർക്കണം. 10, 40, 50 വർഷം മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഓർക്കുന്നത്. ഈ ഒരു അനുഭവം, ഇത് നമ്മൾ ഒരു പഴയ ഒരു തിരിഞ്ഞുനോട്ടെന്ന് പറയുന്നത്, അത് എങ്ങനെയാണത് പറഞ്ഞ് അവതരിപ്പിക്കുക, എങ്ങനെയാണ്, അതൊരു ഫീലാണ്, ഒരു വികാരമാണത്. അപ്പോൾ ആ ഒരു ഇമോഷൻ്റെ അകത്താണ് സത്യത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ ഈ സ്കൂളിന് നേരെ നോക്കി അങ്ങ് നടന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കിണർ ഉണ്ടായിരുന്നു, ഒരു വെള്ളമൊക്കെ കോരി കുടിക്കുന്നു. അപ്പോൾ ഈ ഒരു പീരീഡ് 2 പീരീഡൊക്കെ കഴിഞ്ഞാൽ 2 ബെല്ലടിക്കും. അപ്പോൾ ഈ ബെല്ലടിക്കുന്ന സമയത്ത് നേരെ ജനലിലൂടെയൊക്കെ ചാടിയിട്ട് ഈ നെല്ലിക്ക പെറുക്കി ആ കിണറ്റിൽ പോയിട്ട് ഒരു ഗ്ലാസ് ഒരു പിന്നെ ബക്കറ്റ് വെള്ളമൊക്കെ കോരി കുടിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സുഖമുണ്ടല്ലോ, അത് ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാം നമ്മൾ പിന്നെ ഗേറ്റും മതിലും ഒക്കെ വെച്ച് അടച്ച് ബന്ധിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഭയങ്കര നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഈ പഴയ കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെയൊക്കെ ഉള്ള ഒരു താളവും അതിൻ്റെ ഒരു അനുഭവവും പരസ്പരം ഉണ്ടായിട്ടുള്ള ഒരു സ്നേഹവും അതൊന്നും നമ്മുടെ പുതിയ കുട്ടികൾക്ക് കിട്ടാതിരിക്കുന്നു എന്നുള്ളത്, ഇത് പറഞ്ഞാൽ അവർക്കൊന്നും ഒരുപക്ഷെ മനസ്സിലായിക്കൊള്ളൊന്നുമില്ല. അപ്പോൾ അത് വലിയ ഒരു നഷ്ടം തന്നെയാണ്. പഴയ രീതിയിലുള്ള എല്ലാ ഓർമ്മകളും ഞാൻ സൂക്ഷിക്കാറുണ്ട്. സ്കൂളിൻ്റെ ഈ നമ്മുടെ പഴയ സ്കൂളിൽ നിന്നിരുന്നതിൻ്റെ ഈ കുട്ടികളൊക്കെ കയറി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മറ്റേ ഈ ഇതുണ്ടാവുമല്ലോ വരാന്ത, ആ വരാന്ത അതിൻ്റെ പിന്നിലെ സൈഡിലൊക്കെ ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരുന്നു അല്ലേ, ചെരിഞ്ഞ് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി ഒന്ന് നേരെ താഴത്ത് ഊർന്നിറങ്ങുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയുള്ള പല പരിപാടികളുണ്ടായിരുന്നു അന്നും. പക്ഷേ ഈ ആൺകുട്ടികൾക്ക് ഇവിടെ മൂത്രപ്പുരയൊന്നും ഉണ്ടായിരുന്നില്ല, അത് അവിടെ ഒഴിഞ്ഞത് ഇതിന് പിന്നിലൊരു സ്ഥലമാണ്. അതൊക്കെ കൃത്യമായിട്ട് എനിക്ക് ആ ചിത്രങ്ങളൊക്കെ ഓർമ്മയുണ്ട്. പെൺകുട്ടികൾക്ക് മാത്രം ഇവിടെ ചെറിയ എന്തോ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അയ്യപ്പൻ മാഷ്, കൃഷ്ണൻ മാഷ്, പിന്നെ ഒരു അറബി മാഷ് ഉണ്ടായിരുന്നു, വെളുത്ത് നല്ല സുന്ദരനായിട്ടുള്ള ഒരു അറബി മാഷ്. പിന്നെ അങ്ങനെയുള്ള പിന്നെ വളരെ 3-4 പിന്നെ വാര്യര മാഷ്, അദ്ദേഹമായിരുന്നു ഇവിടെ HM ആയിട്ട് ആ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരെല്ലാം ഓർക്കാറുണ്ട്, സ്കൂളിനെ ഓർക്കാറുണ്ട്, ഈ അന്തരീക്ഷം ഓർക്കാറുണ്ട്. ഇവിടെ പഠിച്ചിരുന്ന അന്ന് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഓർമ്മ തോന്നുന്നില്ല. ആരെങ്കിലുമൊക്കെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടോ? കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, എന്തായാലും എല്ലാവരും ഓർക്കാറുണ്ട്. ഇത് നിങ്ങൾ ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും
നവതിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനമാണ് ഇവിടെ വരണം എന്നുള്ളത്. എന്തായാലും പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമാണ്. പങ്കെടുക്കാതെ മാറി നിന്നിട്ടുള്ള ആളുകൾക്ക് ഇതൊരു വലിയ നഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം കുറേ നേരമായിട്ട് ഇങ്ങനെ സംസാരങ്ങൾ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും കാണാനും ഒക്കെ പരിചയപ്പെടാനൊക്കെ ഒരിക്കൽ കൂടി പറ്റിയത് വലിയ സന്തോഷം. എല്ലാ ആളുകൾക്കും നാളെ നല്ല കാലവും നല്ല ജീവിതവും നല്ല സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹം എഴുതിയ പുസ്തകം എങ്കിലോ പണ്ട് എന്ന പുസ്തകം നമ്മുടെ MLAക്ക് കൈമാറുന്നു. അതിനുവേണ്ടി മണികണ്ഠനെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ MLAയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഭൂതകാല അനുഭവങ്ങളെ വിസ്മയത്തോടെ തിരിഞ്ഞു നോക്കുന്ന ഓർമ്മക്കുറിപ്പുകൾ. അതായത് ഞാനൊരു പുസ്തകം ഇത് എഴുതണമെന്ന് വിചാരിച്ച് എഴുതിയതല്ല, ഇതിങ്ങനെ പറ്റിപ്പോയതാണ്. അന്ന് മറ്റേ കൊറോണയൊക്കെ വന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് വെറുതെ ഇരുന്നപ്പോൾ ഈ പറഞ്ഞ പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ തോന്നുകയും അത് വെറുതെ തോന്നിയാൽ മാത്രം പോരല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ കടലാസിൽ കുറിച്ചിടുകയും ചെയ്തതാണ്. അത് അജിത്ത് ലോഗോസ് ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അവരത് പുസ്തകമാക്കിയതാണ്. അപ്പോൾ ഇത് ഒരു നല്ല പുസ്തകമാണ് എന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ എല്ലാവരും പറ്റുമെങ്കിൽ കഴിയുന്നതൊക്കെ ഒന്ന് വായിച്ചാൽ നമ്മുടെ പഴയ രീതിയിലുള്ള കുറേ ഓർമ്മകളും സംഗതികളൊക്കെ നമുക്ക് കിട്ടും. പഴയ ഒരു ഭൂപ്രകൃതിയൊക്കെ നമുക്ക് കിട്ടും. പഴയ ബസ് ഓടിയിരുന്ന സംഗതികളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊരു ഗംഭീര പുസ്തകമാണ് എന്നുള്ള നിലയ്ക്കൊന്നും നിങ്ങൾ വിലയിരുത്തി കളയരുത്. അപ്പം അങ്ങനെ വായിക്കാൻ പറ്റുന്ന, വായിച്ച് പോകാൻ ഒഴുക്കുള്ള ഒരു സംഗതിയാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിന് ഓക്കെ എന്ന് പറഞ്ഞത്. പറ്റുന്നവർക്ക് വായിക്കാം. എന്തായാലും ബഹുമാനപ്പെട്ട MLA നമ്മുടെ കയ്യിൽ കിട്ടിയത് കൊണ്ട് ഈ പുസ്തകം അദ്ദേഹത്തിന് ഒന്ന് കൈമാറാൻ വേണ്ടിയിട്ട്. ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഗൃഹാതുരതയിലേക്ക്, നന്മകളാൽ സമൃദ്ധമായ നാട്ടിൻപുറങ്ങളിലേക്ക് വായനക്കാരനും കൂടെ സഞ്ചരിക്കാതിരിക്കാനാവില്ല. അടുത്തതായി ഈ വിദ്യാലയത്തിൽ ഏറെക്കാലം അധ്യാപകനായിരുന്ന മുൻകാലങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയും പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ശ്രീ മണികണ്ഠേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദരം ഏറ്റുവാങ്ങാൻ മനോജ് മാഷെ ക്ഷണിക്കുന്നു. അടുത്തതായി ആദരം ഏറ്റുവാങ്ങാൻ മിനി ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീകല ടീച്ചർ അടുത്തതായി ഈ വിദ്യാലയത്തിലെ മുൻ അധ്യാപികയായിരുന്ന ശ്രീകല ടീച്ചർ ആദരം ഏറ്റുവാങ്ങാൻ ടീച്ചറെ ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കാൻ ബഹുമാനപ്പെട്ട MLAയോട് അഭ്യർത്ഥിക്കുകയാണ്. ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി MLAയോടും മണികണ്ഠേട്ടനോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ആശാത്തയെ ആദരിക്കാൻ വേണ്ടി ശ്രീ മണികണ്ഠൻ പട്ടാമ്പിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ വിദ്യാലയത്തിൽ ഏറെക്കാലം അധ്യാപികയായിരുന്ന ശ്രീമതി ശാന്ത ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ടീച്ചറെ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി മണികണ്ഠനെ ക്ഷണിക്കുന്നു. ശ്രീ മണികണ്ഠൻ പട്ടാമ്പി.
അടുത്തതായി ശ്രീ സുരേഷ്. അടുത്തതായി ആദരം ഏറ്റുവാങ്ങാൻ ശ്രീ ഗംഗാധരനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പിന്നീട് അണിയിക്കുന്നതിന് മണികണ്ഠനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായി സുനില. പുഷ്പലത. ഉണ്ണികൃഷ്ണൻ. അടുത്തതായി ഈ വേദിയിൽ മണികണ്ഠൻ ആദരിച്ചിരിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പട്ടാമ്പിയുടെ MLA ശ്രീ മുഹമ്മദ് മുഹസിൻ, അതുപോലെ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ഇസാക്ക്, അതുപോലെ നമ്മുടെ മുഖ്യാതിഥി മണികണ്ഠൻ പട്ടാമ്പി, അതുപോലെ HM, മറ്റു ടീച്ചേഴ്സ്, സംഘടനാ സമിതി, അതുപോലെ PTA, MPTA, SMC, അതുപോലെ നാട്ടുകാരെ, പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും ഈ പരിപാടിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി ഖാദർ മാഷോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ, വളരെ സാർത്ഥകമായ ഒരു ദിവസത്തിലാണ് നമ്മളിപ്പോൾ നിലകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ച, പ്രതീക്ഷിച്ച, സ്വപ്നം കണ്ട, ഓർമ്മകൾ കിനിയുന്ന കലവറകൾ തുറന്നുവിട്ട ഒരു വലിയ അവസരമായിരുന്നു, വേദിയായിരുന്നു ഇത്. വളരെ സന്തോഷം. പലരും ഇവിടെ എത്തിപ്പെട്ടത് വളരെ പ്രയാസങ്ങൾ സഹിച്ചിട്ടും ബുദ്ധിമുട്ട് സഹിച്ചും വിലപ്പെട്ട സമയങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റ് ഫംഗ്ഷനുകളൊക്കെ മാറ്റിവെച്ചിട്ടാണ്. അതറിയാം. ഈ വിദ്യാലയത്തോട്, ഈ പ്രദേശത്തോട്, ഈ മാവിനോട്, ഈ വിദ്യാഭ്യാസ കൂട്ടായ്മയോട് നിങ്ങൾ കാണിക്കുന്ന ആ സ്നേഹവും കടപ്പാടുകളും നന്ദി പറഞ്ഞാൽ തീരുന്നതല്ല എന്ന് ഞങ്ങൾ കൃത്യമായി സംഘാടക സമിതി തിരിച്ചറിയുന്നുണ്ട്. ഇനിയും ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഒരുപാട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവേണ്ടതുണ്ട്. ഇതൊരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ ദീർഘിപ്പിക്കുന്നില്ല. വളരെ സുഭിക്ഷമായ ഭക്ഷണം സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന എല്ലാവർക്കും നിങ്ങളുടെ മനസ്സും വയറും നിറഞ്ഞിട്ട് തിരിച്ചു പോകാവൂ. അത് കഴിഞ്ഞാൽ നല്ല ഒരാളും ഭക്ഷണം കഴിച്ച് ക്ഷീണം കൊണ്ട് പോകരുത്. നല്ലൊരു നാടൻപാട്ട് ടീം ഇവിടെ വന്ന് മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്നു. ഏറെ പരിപാടികൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വൈകിപ്പോയത്. ആദ്യമായിട്ട് എല്ലാവരോടും അതിനുവേണ്ടി ക്ഷമ ചോദിക്കുകയാണ്. എന്തായാലും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തിന് തന്നെ ഈ വേദിയിൽ നിന്ന് ചില പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി നേരത്തെ പേര് നൽകിയ വിപിൻ ആൻഡ് സ്വാതി, അതുപോലെ സരസ്വതി ആൻഡ് മിനി, ഇവരെല്ലാം അവരുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ മൈക്ക് പോയിന്റിന് സമീപം എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുന്നു. വിപിൻ ആൻഡ് സ്വാതി, സരസ്വതി ആൻഡ് മിനി. എന്റെ കാണാനോ നോക്കാം. ക്ലാസ്സിലൊക്കെ കണ്ടുപിടിച്ചു